സാംബിയയിലെ മുക്കിനി ഗോത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. മുക്കിനി ഗോത്രത്തിൻ്റെ ചീഫ്, അതായത് അവരുടെ നേതാവ്, ഒരാളെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറെ ചോയ്സ് ഇല്ല. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ പൊസിഷൻ ഏറ്റെടുത്തേ മതിയാവൂ. ആ പിൻഗാമിക്ക് അവർ ഒരു കല്ല് കൊടുക്കും. ലിവിങ് സ്റ്റോൺ എന്നാണ് ആ കല്ലിനെ അവർ പറയുന്നത്. ആ പിൻഗാമി, അതായത് പുതിയതായി അപ്പോയിന്റ് ചെയ്ത ചീഫ് ആ കല്ല് വിഴുങ്ങണം. ആ കല്ല് ചീഫിന്റെ ബോഡിയിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്നാണ് ഇവര് പറയുന്നത്. ചീഫിന് മരിക്കണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ മരിക്കാറാവുമ്പോൾ ഈ കല്ല് വൊമിറ്റ് ചെയ്യണം. കാരണം ഈ കല്ല് പുതിയ ചീഫിന് മാറ്റിവെക്കേണ്ടതാണ്. ഇത് തലമുറകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ. ചീഫ് മരിക്കുമ്പോൾ ഇവർക്ക് ചീഫ് മരിച്ചു എന്ന് പറയാനുള്ള അനുവാദമില്ല. ചീഫ് മരിച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു പബ്ലിക് അനൗൺസർ ഉണ്ട്. ആ പബ്ലിക് അനൗൺസർ വില്ലേജിൽ മൊത്തം പോയി നടന്ന് അനൗൺസ് ചെയ്യും ഇവരുടെ ലോക്കൽ ലാംഗ്വേജിൽ, സ്റ്റോൺ ഈസ് ബ്രോക്കൺ എന്ന്, കല്ല് പൊട്ടിപ്പോയി എന്ന്. ആരെങ്കിലും മിസ്റ്റേക്കൺലി ചീഫ് മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ അയാളെ ജയിലിലടയ്ക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും. പശുവിനെയാണ് സാധാരണ ഫൈനായിട്ട് കൊടുക്കേണ്ടി വരിക. ചീഫ് മരിച്ചു കഴിയുമ്പോൾ ഈ സ്റ്റോൺ ഓട്ടോമാറ്റിക്കലി പുറത്തു വരുന്നതാണ് പറയുന്നത്. ഇത് ശരിക്കും റിയൽ ആയിട്ടുള്ള സ്റ്റോൺ അല്ല, ഇതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. ഈ കാണുന്നതൊക്കെ ഇവർ താമസിക്കുന്ന കുടിലുകളാണ്. അതിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നതൊക്കെ കാണാം. ഈ വേലി പാമ്പുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ കൂടിയുള്ളതാണ്. ഈ കാണുന്നതാണ് ആ കുടിലിൻ്റെ കോമ്പൗണ്ടിലേക്കുള്ള എൻട്രൻസ്. നമുക്കിനി ഒരു കുടിലിൻ്റെ മുറ്റവും ആ കുടിലിൻ്റെ ഉൾവശവും ഒക്കെ പോയി കാണാം. അവരുടെ ജീവിത രീതികൾ എങ്ങനെയാണെന്ന് പോയി നോക്കി കാണാം. അംഗങ്ങളുള്ള ഒരു കുടുംബത്തെയാണ് ഞങ്ങളിപ്പോൾ വിസിറ്റ് ചെയ്യുന്നത്. ആ കാണുന്ന കുടിലാണ് അവർ താമസിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ. അതിന് തൊട്ടടുത്ത് കാണുന്ന ആ ചെറിയ കുടിലാണ് അവരുടെ കിച്ചൺ. അതുപോലെ ഈ കാണുന്നതാണ് അവരുടെ ബാത്റൂം. ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഇവിടെ കുളിക്കണം, അങ്ങനെയാണ്. നമുക്കിനി ആ കുടിലിൻ്റെ ഉൾവശത്തെ കാര്യങ്ങൾ പോയി നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം. ഒരു കുഞ്ഞ് കുടിലാണിത്. ഈ സൈഡിൽ ബെഡ് ഉണ്ട്. അതുപോലെ ബെഡ് ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇരിക്കാനായിട്ട് കസേരകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്കിത് ചെറുതുപോലെ തോന്നുമെങ്കിലും അവരെ സംബന്ധിച്ച് ഇത് വലിയ കുടിലാണെന്നാണ് ഇവർ പറയുന്നത്. സാധാരണ പേരൻസ് ബെഡിലും അതുപോലെ കുട്ടികൾ നിലത്തുമാണ് ഇവിടെ കിടക്കുന്നത്. ഇതിനകത്ത് ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട്. അത്യാവശ്യം കൂളറാണ് പുറത്തെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ. രാത്രി ഇവർ വെളിച്ചത്തിന് വേണ്ടിയിട്ട് സോളാർ ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. കോൺ, അതായത് ചോളമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഇവരിവിടെ കോൺ ചെറുതായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അത് ഇവർക്ക് കഴിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. ഇത് ചോളം ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്നതാണ്, അതിനുശേഷം പൊടിക്കാനുള്ളതാണ്. ഇതാണ് ഇവരുടെ ബാത്റൂം. ബക്കറ്റ് വെള്ളം നിറച്ച് കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ കുളിക്കാനായിട്ട്. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന പോലത്തെ കുടിലുകളൊക്കെയാണിത്. വൈൽഡ് വെജിറ്റബിൾ ഗ്രൗണ്ട് നട്ടായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഫുഡാണ് ഇവരിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിൻ്റെ കൂടെ തന്നെ അവരിവിടെ ചോളം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചോളം ഇവർ കൃഷി ചെയ്യുന്നത് വില്ലേജിൻ്റെ ഔട്ട്സൈഡിലാണ്. Yes, outside the village. That's where we plant. But is it near here or? Yes, nearby. കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ന് ഹോളിഡേ ആയ കാരണമാണ് ഈ കുട്ടികൾ ഇവിടെ കാണുന്നത്. ദാ ഈ കാണുന്നതാണ് ഇവരുടെ കുടിവെള്ളത്തിൻ്റെ സോഴ്സ്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വിസിറ്റ് ചെയ്ത കുറച്ച് ടൂറിസ്റ്റുകൾ ഇവിടുത്തെ ആളുകളുടെ ഈ ആവശ്യം കണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയതാണ്. ഈ ഒരു സിസ്റ്റം ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ആളുകൾ കിലോമീറ്ററുകളോളം നടന്നു പോയി സാംബസി റിവറിൽ നിന്നാണ് വെള്ളം കൊണ്ടുവന്നിരുന്നത്. മുക്കുനി ഗോത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.